കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ LDF-ന് 9 സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ ഒരെണ്ണം BJP നേടി. വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട്. അഞ്ജു, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? അഞ്ജു, ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സംഗീത, നിലവിൽ ഇപ്പോൾ 9 സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്ന് 5 ഇടത് അനുകൂല നേതാക്കളാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു സീറ്റ് BJPക്കും ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. പ്രമോദ്, വിനോദ് കുമാർ, അജയ്, റഹീം, പ്രകാശ് എന്നീ 5 പേരാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജയിച്ച 5 പേരെന്ന് പറയുന്നത്. BJPയുടേത് TR മനോജും. ഇതാണ് ഏറ്റവും അവസാനമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 3 പേർ, അതായത് 12 സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്ന് 3 പേർ നേരത്തെ വിജയിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് എതിരില്ലാതെയാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ നിലവിൽ 9 ഇതിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 5 സീറ്റ് ഇടത് അനുകൂല സംഘടനയ്ക്കും 1 സീറ്റ് BJPക്കും ലഭിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ മുതലേ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ തെരഞ്ഞെടുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിനല്പം ശമനം വന്നത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. കോടതി വിധിക്ക് പിന്നാലെയാണ് അത്തരത്തിലൊരു ഈ പ്രതിഷേധ പ്രകടനങ്ങൾ SFI അവസാനിപ്പിച്ചത്. അതിനുശേഷം വോട്ടെണ്ണൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഒടുവിൽ ഇത്രയും വിവരങ്ങൾ, അതായത് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട വിജയികളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നത്. രാവിലെ 10 മണിക്കായിരുന്നു ഈ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായത്. അതിന് പിന്നാലെയായിരുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വോട്ടെണ്ണൽ ആരംഭിക്കണമെങ്കിൽ കോടതി വിധി വരണമെന്നായിരുന്നു VC-യുടെ നിർബന്ധം. അതിന് വഴങ്ങാതെ വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു ഈ ഇടത് സംഘടനകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. VC-യുടെ ചേംബറിൽ ഉൾപ്പെടെ പുറത്തുൾപ്പെടെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയുണ്ടായി. പ്രതിഷേധക്കാർ ചേംബർ ഉപരോധിച്ചുകൊണ്ട് ഏറെ നേരം പ്രതിഷേധത്തിന് ശേഷമാണ് VC അല്പം ഒന്ന് മയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും നിലപാട് മാറ്റുന്ന സ്ഥിതിയും ഉണ്ടായി. അങ്ങനെ ഒടുവിൽ കോടതിയിൽ നിന്ന് ഒരു വിധി വന്നതിന് ശേഷമാണ് 83 വോട്ടുകൾ, അതായത് 83 വോട്ടുകളിൽ എണ്ണാമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ആ 83 വോട്ടുകളും റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള രജിസ്ട്രാറുടെ മുന്നിൽ വെച്ച് ആ വോട്ടുകൾ എണ്ണുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നിലവിൽ എന്തായാലും ഇപ്പോൾ ഈ വിജയാഹ്ലാദത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഇടത് അനുകൂല സംഘടനകൾ പ്രകടനം ഉൾപ്പെടെ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണുള്ളത്. എന്തായാലും അല്പസമയത്തിനകം മുഴുവൻ സീറ്റുകളുടെയും വിവരങ്ങൾ പുറത്തെത്തിക്കാൻ സാധിക്കും. സംഗീത. ശരി അഞ്ജു, കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിശദമായ വിവരങ്ങളാണ് അഞ്ജു ജയപ്രകാശ് നൽകിയത്.